അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വെള്ളിയാഴ്ച ദിവസക്കാലം കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മരുഭൂമിയിൽ സ്വർഗത്തിൽ ദൈവം ഒരു വലിയ അവസരം ഒരുക്കി ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകം പേർക്ക് ഇങ്ങനെയുള്ള അവസരം ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഈ കഷ്ടങ്ങളുടെ നടുവിലും യുദ്ധങ്ങളുടെ നടുവിലും ഒക്കെയും ഈ മരുഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഞാൻ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പഠിച്ച സങ്കീർത്തനത്തിന് തുടർച്ചയായിട്ട് നമുക്കിനെ കണക്ക് കൂട്ടാൻ പറ്റും. അത് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പഠിച്ചത് വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യം, വചനത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉറക്കേണ്ടതിൻ്റെ ആവശ്യം, വചനം ധ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യം, വചനത്തിൻ്റെ പ്രത്യേകത, ഇതൊക്കെയാണ് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ പഠിച്ചതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ കാണുന്ന പോലെ സാമക് എന്ന് പറഞ്ഞാൽ ഹീബ്രു വേർഡ് 15ാമത്തെ വാക്യമാണ്. 15th വേർഡ്സ് 15 ലെറ്റർ ഓഫ് ഹീബ്രു വേർഡ്, അതാണ് സാമക് എന്ന് പറയുന്നത്. സാമക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പില്ലർ എന്നാണ് ഈ സാമക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ അതിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം ഇത് മനസ്സുള്ളവരെ വെറുക്കുന്നു, എന്നാൽ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യായപ്രമാണം ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് മനസ്സുള്ളവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് നമുക്ക് ചുരുക്കത്തിൽ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ന്യായപ്രമാണം ഇഷ്ടപ്പെടണമെങ്കിൽ, അതായത് ദൈവവചനം ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇത് മനസ്സുണ്ടെങ്കിൽ പറ്റത്തില്ല. രാവിലെ ഒരു മനസ്സും വൈകിട്ടൊരു മനസ്സും ഓരോ സമയത്തും ഇങ്ങനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഓരോ സമയത്തും ഓരോ പ്രവൃത്തി. ഇത് മനസ്സെന്ന് പറയുമ്പോൾ ഇവിടെ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ വചനവിരുദ്ധമായിട്ടും വചനത്തിനനുസരിച്ചും ജീവിക്കുക, അതാണ് രണ്ട് മനസ്സെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നത്. അല്ലാതെ ഇപ്പം ബിസിനസ്സുകാർ അല്ല മറ്റുള്ള ചില ജോലികളൊക്കെ ചെയ്യുന്നവർ പല ആൾക്കാരോട്ട് പല രീതിയിൽ പെരുമാറുന്നുണ്ട്. അതല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. ഇവിടെ ഇത് മനസ്സിന് സങ്കീർത്തനക്കാരൻ പറയുന്നത് വചനം അനുസരിക്കുന്നവരും വചനം അനുസരിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ദൈവം വചനം അനുസരിക്കാത്തവരെ വെറുക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയും ദൈവത്തിൻ്റെ ഒരു സ്നേഹം കരുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദൈവം അത് താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ചട്ടങ്ങളെ പോകുന്നവരൊക്കെ നീ നിരസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞിട്ടില്ല. അതാണ് ഇത് മനസ്സുള്ളവരെ ദൈവം വെറുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വചനപ്രകാരം ജീവിക്കാത്തൊരു ദൈവം വെറുക്കുക. കാര്യം ഈ വചനപ്രകാരം വെറുത്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് ഈ വാക്യത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ രക്ഷയെ സ്വായത്തമാക്കുവാനായിട്ട് കർത്താവ് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വരണമെന്നാണ് മാത്രം പറയുന്നത്. നിങ്ങൾ മാനസാന്തരത്തോടെ ദൈവസന്നിധി എണീച്ച് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതായത് മനസ്സിലുള്ള ആ ഒരു മാറ്റമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമകാലത്തിലെ കൂട്ടി യാഗങ്ങളോ മറ്റുള്ള ഇപ്പോൾ കത്തോലിക്ക സഭ നടത്തുന്ന കുർബാനയോ മറ്റ് കുറ്റമേറ്റ് പറച്ചിലോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നീ ഒന്ന് മനസ്സു മാറി, അതായത് ഈ രണ്ട് മനസ്സു മാറി വചനപ്രകാരമുള്ള മനസ്സോടെ ദൈവത്തെ ഒന്ന് മാനസാന്തരത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരാൻ മാത്രമാണ് കർത്താവ് നമ്മളോട് ദൈവ മക്കളാകുവാനുള്ള ആ കണ്ടീഷനായിട്ട് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ സങ്കീർത്തനം പറയുന്നത്, ഇത് മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. അപ്പോൾ നമ്മൾ വചനം പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ മനസ്സ് രൂപാന്തരപ്പെടുത്തുക. അത് വചനത്തോടൊരു ഇഷ്ടം തോന്നണം. വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ വചനത്തോട് ഇഷ്ടപ്പെടുകയും വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണമെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതാണ് വചനം പഠിക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. ന്യായപ്രമാണം ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് മനസ്സുള്ളവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ വചനം പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ മനസ്സ് വചനപ്രകാരം നമ്മൾ ഒരുക്കണം. ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തപ്പെടണം, ദൈവത്തോടൊന്ന് പൊരുത്തപ്പെടണം, വചനം നമുക്കൊന്ന് ഇഷ്ടപ്പെടണം.
അത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ഇഷ്ടപ്പെടണമെന്നാണ്. അതിന് മനസ്സുള്ളവരെയും കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ വായിക്കുന്നെങ്കിൽ വെറുതെ വായിക്കാവുന്നേ ഉള്ളൂ, പക്ഷെ പ്രയോജനമൊന്നും ചെയ്യത്തില്ല. അത് ഗ്രഹിക്കണമെങ്കിൽ വചനപ്രകാരം നമ്മൾ ഒരു മനസ്സ്, ദൈവത്തോട് സ്നേഹമുള്ളൊരു മനസ്സുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ വചനപ്രകാരം ജീവിക്കാൻ പറ്റുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ താഴോട്ട് വായിക്കുമ്പോഴാണ് ഈ പില്ലർ, ഈ സാമക്ക് എന്ന് പറഞ്ഞ പില്ലർ എന്നുള്ള ആ ഒരു വാക്യമാണ്. പില്ലർ എന്ന് പറയുന്നതിൻ്റെ ആ വാക്യങ്ങൾ 116 വാക്യവും 117 വാക്യവുമാണ് ഈ പില്ലർ എന്നുള്ള വാക്യത്തിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ഞാൻ ജീവിച്ചിരിക്കേണ്ടതിനെ നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമെന്ന് അപ്ഹോൾഡ് ചെയ്യണം. അതിന് വചനപ്രകാരം ജീവിക്കണമെങ്കിൽ കർത്താവ് ഒന്ന് അപ്ഹോൾഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, താങ്ങണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഹീബ്രു വേർഡ് ഇവിടെ വരാനായിട്ടുള്ള കാര്യം. ഈ വചനം ദൈവം എങ്ങനെയാണ് നമ്മളെ അപ്ഹോൾഡ് ചെയ്യുന്നത്, ആ ദൈവവചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് നമ്മളെ അപ്ഹോൾഡ് ചെയ്യുവാൻ, താങ്ങാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ആ മനസ്സൊന്ന് മാറ്റി വെക്കണമെന്ന് മാത്രമാണ് സങ്കീർത്തനക്കാരനോട് പഠിക്കുന്നത്. 116, 117 ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണം. അപ്പോൾ 16 വാക്യത്തില് വചനപ്രകാരം ജീവിക്കണം, 117 രക്ഷപ്പെടണം. ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ താങ്ങുവാൻ, കർത്താവ് നമ്മളെ അപ്ഹോൾഡ് ചെയ്യുവാൻ, ഹി ഈസ് വില്ലിംഗ് ടു അപ്ഹോൾഡ് അസ്. ജീവിക്കുവാൻ, സേഫായിട്ട് ജീവിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ മനസ്സുള്ള ആ ഒരു ചിന്താഗതി വിടണമെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും കാതലായ വാക്യമാണ് 116 വാക്യം. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ, എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. അപ്പോൾ നമ്മൾ വചനപ്രകാരം ജീവിക്കുക, ദൈവവചനപ്രകാരം ആത്മീയമായി ജീവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ആത്മീയമായി ജീവിക്കുന്ന വചനപ്രകാരം എന്നെ താങ്ങണം. അപ്പോൾ തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെയും ഈ ആത്മീയമായി ജീവിക്കുവാൻ വേണ്ടി തിരുവചനം നമ്മൾ പഠിക്കണം, അത് ധ്യാനിക്കണം, അത് അനുഭവം ജീവിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ കർത്താവിനോട്, ദൈവത്തോട് നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മളെ താങ്ങുവാൻ തയ്യാറാണ്. ജീവിച്ചിരിക്കുവാൻ, ആത്മീയമായ ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവ് നമ്മളെ താങ്ങുവാൻ തയ്യാറാണ്. 17 രക്ഷപ്പെടുവാൻ മീൻസ് നമുക്ക് ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ പലതരത്തിൽ രക്ഷപ്പെടലുണ്ട്. പൈസ കിട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെടുന്നവരുണ്ട്, ആത്മീയമായിട്ട് രക്ഷപ്പെടുന്നവരുണ്ട്, ആപത്തിൽ നിന്ന് പലതരത്തിൽ രക്ഷപ്പെടലുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ താങ്ങുവാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ താങ്ങണം, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. അപ്പോൾ ഈ ചട്ടങ്ങൾ രസിക്കുവാൻ വേണ്ടി, ആത്മീയമായ ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവ് നമ്മളെ അപ്ഹോൾഡ് ചെയ്യുവാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ മനസ്സൊന്നും വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനായിട്ടാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ തിരുവചനത്തിന് പ്രത്യാശ വെച്ചിരിക്കുന്നു. 114 വാക്യം, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, നിന്റെ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ മനസ്സില്ലാത്തവരുടെ ആ മനസ്സാണ് സങ്കീർത്തനക്കാരനോട് കാണിക്കുന്നത്. നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. അപ്പോൾ തിരുവചനത്തിൽ പ്രത്യാശ വെക്കണമെങ്കിൽ മനസ്സുകൊണ്ട് പറ്റത്തില്ല. അങ്ങനെ മനസ്സില്ലാത്തവരുടെ ഹൃദയമാണ് എൻ്റെ മറുപടവും എൻ്റെ നമുക്കും പറയാൻ സാധിക്കണം, കർത്താവേ നീ എൻ്റെ മറുപടമാണ്, എൻ്റെ പരിചയമാണ്. നമ്മൾ ആർമർ ഓഫ് സർവായുധവർഗം പറഞ്ഞിട്ടുണ്ട്, പരിചയം മറുപടവും ഒക്കെ എന്തുവാണെന്നുള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നീ എൻ്റെ മറുപടവും എൻ്റെ പരിചയമാകുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രത്യാശ എപ്പോഴും വചനപ്രകാരമായിരിക്കണം, ദൈവത്തിനായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതിനാണ് കർത്താവ് ഈ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഈ വചനം വായിച്ച് നമ്മൾ ഈ മനസ്സൊക്കെ ഒന്ന് മാറി ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധി പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ചട്ടങ്ങളിൽ നിരന്തരം ഞാൻ രസിക്കുമെന്നാണ് പറയുന്നത്. രസിക്കുമെന്ന് പറയുന്നാൽ ഒബേ ചെയ്യുമെന്നുള്ള മീനിങ് ആണ് ഇവിടെ പറയുന്നത്. രസിക്കുക എന്ന് മീൻസ് ചുമ്മാ
അത് കേട്ട് വെറുതെ സന്തോഷിക്കുകയല്ല, അത് അനുസരിക്കുന്ന ഒരു രീതി, ഒബേ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ 117 വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം. I will have respect unto thy statutes continually. നിരന്തരമായിട്ട് ആ കർത്താവിന്റെ ചട്ടങ്ങൾ ഞാൻ എന്തോ എന്നാ പറഞ്ഞിരിക്കുന്നത്, റെസ്പെക്ട് ചെയ്യുമെന്ന്, ബഹുമാനിക്കുമെന്നാണ്. ബഹുമാനിക്കുമെന്ന് നിരന്തരം അതിൽ അനുസരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷപ്പെടേണ്ടതിന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിരന്തരം കണ്ടിന്യൂലി, നമ്മളൊരു ആവശ്യം വരുമ്പോൾ മാത്രം അത് വായിച്ച് സന്തോഷിച്ച് പോകുന്ന ഒരു രീതിയല്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായിട്ട് ഈ ചട്ടങ്ങളെ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതിനുള്ള ഏക കണ്ടീഷൻ നമ്മുടെ മനസ്സ് മാറ്റുക, രണ്ട് മനസ്സുള്ള ആ ഒരു കാര്യം മാറ്റി കർത്താവിന്റെ സന്നിധിയിൽ വരിക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യൻ 5:10 വായിക്കാം. അപ്പോസ്തലനായ പൗലോസ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഇവിടെ കാണിച്ച യാതൊരു ഉടായ്പും അവിടെ വിലപ്പോകത്തില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ ന്യായാസനം വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇരുമനസ്സും 3 മനസ്സും 4 മനസ്സും ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കർത്താവിന്റെ ന്യായാസനത്തിൽ ചെല്ലുമ്പോൾ ഇത് മനസ്സുള്ളവരെ കർത്താവ് തള്ളിക്കളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അവിടെ എല്ലാം ആ വേർതിരിവ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇരു മനസ്സും നല്ലത് ചെയ്യാനും തീയത് ചെയ്യാനും അവിടെ അവസരമുള്ളൂ. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവിടെയും കർത്താവ് നീതിമാനാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട്, തീയതാകുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനും പ്രതിഫലമുണ്ട്. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഈ 2 കൊരിന്ത്യൻ എന്ന് പറയുന്നെങ്കിലും ഇത് പൗലോസ് എഴുതിയ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 1, 2, 3 ഇത് 3-ാമത്തെ കൊരിന്ത്യ ലേഖനമാണ് ശരിക്കും ഉള്ളത്. 1-ാമത്തെ കൊരിന്ത്യ ലേഖനം ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ. ഈ 1 നമ്മൾ വായിക്കുന്നത് 2-ാമത്തതും 2 വായിക്കുന്നത് 3-ാമത്തേതുമായിട്ടാണ് ലേഖനങ്ങൾ ശരിയായിട്ട് ഒറിജിനലായിട്ടുള്ളത്. പക്ഷേ എന്തോ ബൈബിളിൽ അത് ക്രോഡീകരിച്ചപ്പോൾ ഇങ്ങനെ 1, 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഇത് വളരെ കാതയായ ഒരു വാക്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 60 അല്ല 70 അല്ല 80 വയസ്സ് വരെ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും തീയ കാര്യങ്ങൾക്ക് തക്കവണ്ണം കിട്ടും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇരു മനസ്സോടെ നീ പ്രവർത്തിച്ചാൽ നിനക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കത്തില്ല. പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ അപ്ഹോൾഡ് ചെയ്യണമെങ്കിൽ, ദൈവം ആത്മീയമായി നമ്മൾ ജീവിക്കണമെങ്കിൽ, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അപ്ഹോൾഡ് ചെയ്യണമെങ്കിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായ ഏക മനസ്സോടെ വരണമെന്നാണ്. അവിടെ ദൈവം ഇരു മനസ്സുള്ളവരെ വെറുതെന്ന് പറയാൻ കാര്യം, ഈ ഇരു മനസ്സുള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 മനസ്സുള്ളവർ ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരുമ്പോൾ ദൈവസന്നിധി വരുമ്പോൾ ഒരു മനസ്സും ബാക്കിയുള്ള 6 ദിവസവും വേറെ ഒരു മനസ്സുമായിരിക്കും. അങ്ങനെയുള്ളവരെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന് സുവിശേഷം പറഞ്ഞ് ഒരാൾ കൂടെ സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തണമെങ്കിലും ഒന്നുകിൽ അവർ മോശമായിരിക്കണം, അല്ലെങ്കിൽ നല്ല ആൾക്കാരായിരിക്കണം. ഈ വചനപ്രകാരം ജീവിക്കാത്ത ഒരാളെ മാത്രമേ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്, നീ ശീതോഷ്ണവാനോ ഉഷ്ണവാനോ ആയാൽ ശീതോഷ്ണവാനാണെങ്കിൽ നിന്നെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്വഭാവം ഉണ്ടെങ്കിൽ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിനൊന്നും വിരുദ്ധനാണ്, മഹാവിരുദ്ധന്മാരാണ്. കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് എന്നിട്ടും അവരെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സൊന്ന് മാറി കർത്താവിൻ്റെ വചനത്തോടും ദൈവത്തോടും ഒരു അടുപ്പം
ദൈവത്തോട് ആ ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന് അവനെ താങ്ങുവാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ രണ്ട് മനസ്സോടെ വന്നാൽ കർത്താവ് നീതിമാനാണ്. നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചു, നല്ല പ്രവൃത്തി ചെയ്താൽ നല്ലത് കിട്ടും, തീയത് കിട്ടും. അതുകൊണ്ട് തക്കവണ്ണം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധി വരുമ്പോൾ, കർത്താവെ ഞാൻ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നല്ലത് പ്രവർത്തിച്ചു, മറ്റു ദിവസങ്ങളിൽ മാത്രമേ ചെറിയ തോതിലുള്ള അല്ലറ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് പറയുന്നത്, നീ ജീവിച്ചിരിക്കേണ്ടതിന്, നീ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കേണ്ടതിന് ഒരു മനസ്സോടെ, ഏക മനസ്സോടെ, ദൈവത്തിലുള്ള ഏക മനസ്സോടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ സാധിക്കുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യൻ ആ സെയിം ചാപ്റ്റർ തന്നെ 4:1 ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം ഉൾപ്പെടുന്നതിനാൽ ദൈവസന്നിധി സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കും. അപ്പോൾ ഇവിടെ കരുണ ലഭിക്കുവാൻ വേണ്ടി ഒരു കാരണം കൂടാണ് ഈ മനസ്സുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നൊരു കരുണ ലഭിക്കുവാൻ വേണ്ടി നാം ഈ ഇരുമനസ്സോടെ ഇരിക്കുവാൻ പാടില്ല എന്നാണ് പൗലോസ് 7:1 പ്രിയമുള്ള, ഞാൻ വായിക്കാം. 2 കൊരിന്ത്യൻ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ അടുത്ത ഒരു സ്റ്റേജാണ് ഈ ഇരുമനസ്സു മാറി ദൈവം നമ്മളെ താങ്ങും, ജീവിച്ചിരിക്കാൻ, ആത്മീയമായി ജീവൻ പ്രാപിക്കാൻ, ആത്മീയമായി രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ. ഈ ഒരു സ്റ്റേജ് മാറി കർത്താവ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഈ താങ്ങി നിർത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിശുദ്ധിയിലോട്ട് കടക്കുമ്പോൾ നമ്മളിവിടെ വായിച്ചു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തുകയും നമ്മളെ ആത്മീയമായി ജീവിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുള്ള വാഗ്ദാനങ്ങൾ ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി സകല പാപ സ്വഭാവങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുവാനായിട്ടാണ് പൗലോസ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊരിന്ത്യരോട് പറയുന്നത്. ഈ ലേഖനം അപ്പോൾ വിശുദ്ധിയുടെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ സങ്കീർത്തനം. അപ്പോൾ ഈ സ്റ്റേജ് അല്ലാതെ ഡയറക്റ്റ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ ഉടനെ നമ്മൾ വിശുദ്ധിയിലോട്ട് കടക്കത്തില്ല. പിന്നെയും നമ്മൾ ക്രമാനുഗതമായി നമ്മുടെ ശരീരത്തിലും ആത്മാവിലുമുള്ള നമ്മുടെ സകല ഭാവസ്വഭാവങ്ങളും ഗ്രാജുവലായിട്ട് നമ്മൾ മാറ്റി ആ വിശുദ്ധിയെ തികക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഇവിടെ. എങ്കിൽ മാത്രമേ കർത്താവിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയ്ക്ക് ഒരു പരിപൂർണത ഉണ്ടാകത്തുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 ഫിലിപ്പിയർ 2:14-15-16 ഫിലിപ്പിയർ 2:14-15-16 ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ കുടുംബർക്കും വാദവും കൂടാതെ ചെയ്യുകയും അവരുടെ ഇടയിൽ ഞങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിരുന്നു, ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അപ്പോൾ വിശുദ്ധിയെ തികച്ചു കൊണ്ടുകഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിലേക്കാണ് കിടക്കുന്നത്, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ. അപ്പോൾ ഈ ലോകത്തിൽ ഇരുമനസ്സുള്ളവർ പിന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ നടുവിൽ നമ്മൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനെ എല്ലാ പിറുവിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. കർത്താവ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രശോഭിക്കുമ്പോഴാണ് ഈ അന്യരും വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മളാണ് ശോഭിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മളാണ് ശോഭിക്കേണ്ടത്. നമ്മളെ കണ്ടു വേണം ഈ വക്രതയും കോട്ടമുള്ള തലമുറ മനസ്സിലാക്കുവാൻ, ഈ കാര്യങ്ങളൊക്കെയും വിട്ട് ദിവസത്തിലേക്ക് വരേണ്ട ആവശ്യം, ഒരു മനസ്സിലാകേണ്ടതിൻ്റെ ആവശ്യം അതാണ് നമ്മളെ കാണിക്കുന്നത്. ഫിലിപ്പിയർ 3:14 വായിക്കുമ്പോൾ, ഒന്ന് ഞാൻ ചെയ്യുന്നു,
പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവും ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ അടുത്ത ഒരു സ്റ്റേജാണത്. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊന്നും പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വിശുദ്ധിയെ തികച്ച് വീണ്ടും മുന്നേറുകയാണ്. നമ്മൾ ജ്യോതിസുകളെ പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. ഇരുമനസ്സെല്ലാം മാറി. അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നീട് നമ്മൾ ആ പരമവിളി, കർത്താവിൻ്റെ ആ വിളി, കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ ആ വിളി കേൾക്കുവാൻ നമുക്ക് ഇടയാകണം. അതാണ് ആ പരമവിളി. ആ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ലാക്ക് എവിടാണ്? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നമ്മൾ കാണപ്പെടണം. അതാണ് നമ്മുടെ ലാക്ക്. ഈ ലാക്കിലേക്ക് നമ്മൾ ഓടുന്ന അവസ്ഥയിലേക്ക് വരണം. അപ്പോൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഉയർന്നു വരുന്നൊരു രീതിയാണ് കർത്താവ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആ താങ്ങി നിർത്തിയിരിക്കുന്ന വിശുദ്ധിയെ തികച്ചു, നമ്മൾ ജ്യോതിഷകളെ പോലെ പ്രകാശിച്ചു. കർത്താവിൻ്റെ വിളിക്കായി നമ്മൾ മുന്നേറുന്ന ആ ഒരു ലാക്കിലേക്ക് നമ്മൾ ഓടുന്ന ഒരു അനുഭവം നമ്മൾ ഉണ്ടാകണം. പിന്നീട് നമ്മൾ പഴയ കാര്യങ്ങൾ നോക്കി, പഴയ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പഴയ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട കാര്യമില്ല. കർത്താവ് അതെല്ലാം നമ്മുടെ സകല കൺമഷവും നീക്കി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ സങ്കീർത്തനക്കാർ നമ്മളെ പ്രബോധിപ്പിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:28-29. എബ്രായർ, ഹീബ്രൂസ് 12:28 and 29. ഹീബ്രൂസ് 12:28 and 29. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറാൻ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പോൾ ഈ ഒരു ചിന്തയും കൂടെ വേണം. നമ്മുടെ ഈ ജ്യോതിസുകളെ പ്രകാശിക്കുകയും പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുമ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ചിന്തയും കൂടെ വേണം. ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ള ഓട്ടത്തിലാണ്. ആ ലാക്കിലേക്ക് നമ്മൾ ഓടുകയാണ്. ഓടുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വേണം. നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറും ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുന്ന ആ ഒരു റൊട്ടീനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മൾ സേവ ചെയ്യുകയാണ്. പരമവിളിയുടെ ലാക്കിലേക്ക് നമ്മൾ പ്രത്യാശയോടെ ഓടുമ്പോഴും നമുക്ക് ഈ ഒരു ചിന്ത, കർത്താവിൻ്റെ വചനം സുവിശേഷ ഘോഷണത്തിന് നമ്മൾ സാക്ഷികളായി തീരണം. ജ്യോതിഷികളെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് ഓടുമ്പോഴും നമുക്ക് എപ്പോഴും ദൈവത്തിന് പ്രസാദം പെരുമാറും ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുന്നൊരു ചിന്ത വേണം നമുക്ക്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് സ്നേഹിക്കുന്ന ഇരുമനസ്സുള്ളവരെ വെറുക്കുന്നെങ്കിലും അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ കൂടി കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ഈ രക്ഷപ്പെട്ട നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് ഈ ഒരു കുറച്ച് നാൾ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കും ഒരു പുറകോട്ട് പോക്ക്, ചിലപ്പോൾ നിരാശയും ഒരു പ്രയാസവും ഒരു പിറുവിറുപ്പും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ഈ സേവ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഗോഡ് ഈസ് ഫോർ അവർ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ദൈവം നമ്മളെ രക്ഷപ്പെട്ടു. നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വളരെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുമ്പോഴും ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുമ്പോഴും ഒരിക്കലും നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വചനം ധ്യാനിച്ചും പഠിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും വേണം മുന്നോട്ട് പോകണമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. എഫേഷ്യൻ ഒരു വാക്യം കൂടെ വായിക്കാം. എഫേഷ്യൻ 3-ാം അധ്യായം, എഫേഷ്യൻ 3:14-19 എന്ന് വായിക്കാം. Ephesians 3:14-19. അതിനിമിത്തം ഞാൻ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകൊടുക്കുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ നഗത്തിനൊത്തവണ്ണം അവൻ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിനും സ്നേഹത്തെ അറിവാനും
പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ എഫേഷ്യൻസിനകത്ത് പൗലോസിന്റെ ഏറ്റവും പ്രമുഖമായ 2 പ്രാർത്ഥനകളുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രാർത്ഥന എഫേഷ്യൻ 1:15 മുതൽ 19 വരെയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അതും ഇതിനോട് ചേർന്ന് വായിക്കേണ്ട വാക്യ ശകലങ്ങളാണ്. എങ്കിലും രണ്ടാമത്തെ ഒരു പ്രാർത്ഥന പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഇത് ഒട്ടും ലോകപരമായുള്ള കാര്യങ്ങളിലല്ല. ഇത് മുഴുവനായി തന്നെയും ആത്മീയമായ ആ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. പൗലോസ് തൻ്റെ ജീവിതത്തിനോ മറ്റുള്ള ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയല്ല, എങ്ങനെ ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ, അതായത് അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഈ പ്രാർത്ഥന നമ്മൾ ഈ 2 പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 പ്രാർത്ഥനയും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമത്തേത് first prayer of Paulos is that Ephesians chapter 1 verses 15 to 19. That is the first prayer of Paulos. Second prayer is that chapter 3 verses 14 to 19. These 2 prayers are very important for Paulos. That is, we have to remember, we have to read and meditate these 2 prayers. These prayers are only for the spiritual well-being only. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ, അതാണ് എല്ലാവരെയും രക്ഷിക്കുക. ഇരുമനസ്സുള്ളവരായാലും പാപികളായാലും ദോഷികളായാലും എല്ലാം കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല കുടുംബത്തിനും പേര് വരുവാൻ, ആരെയും തള്ളിക്കളയുന്നില്ല, പേര് വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം സകലരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പൗലോസിൻ്റെ ആ എത്രത്തോളം ആഴമായ ഒരു ഗ്രാഹ്യമാണ് ആ വചനത്തോടും ദൈവത്തിൻ്റെ ആ ഒരു പരിജ്ഞാനത്തോടുമുള്ള ആഴമായ ഗ്രാഹ്യമാണ്. എന്തുകൊണ്ടാണ് ഈ പൗലോസ് ഇത്ര വേദനയോടെ ഇത്ര സ്ട്രെയിൻ എടുത്ത് ഈ സുവിശേഷവല ചെയ്യുന്നെന്നുള്ളതിൻ്റെ ആ ഒരു ഗ്രാഹ്യമാണ് ഇവിടെ നമ്മളെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം വായിച്ച് ബലപ്പെട്ട് പരിജ്ഞാനം ഇത്ര ക്രിസ്തുവിൻ്റെ സ്നേഹം അതിലൊക്കെ മുകളിലാണ്. അതാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ വചനം വായിച്ച് നമ്മൾ ബലപ്പെട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി അതിനൊക്കെ എത്രയോ മുകളിലാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുക്കും മേലെ അതിനും മേലെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ വചനം വായിച്ച് മാത്രമല്ല, അതിലും മുകളിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മൾ ആ എല്ലാ കൺമഷവും മാറ്റി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ധ്യാനിച്ച് വീണ്ടും വീണ്ടും ബലപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ പൗലോസ് നമ്മളെ ഈ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഒരിതായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പൗലോസിൻ്റെ ഈ സെക്കൻഡ് പ്രാർത്ഥന നമ്മളൊന്ന് ഗ്രഹിക്കണം. ശരിക്കും ഈ സെക്കൻഡ് പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 പ്രാർത്ഥനകളും അതിൽ ഈ പ്രാർത്ഥന വളരെ നല്ല ആ വിശ്വാസത്തിൻ്റെ ആഴം, ഒരാൾ സംസാരിക്കുമ്പോൾ അറിയാം അയാൾ വിശ്വാസിയാണോ ഇല്ലയോ, അയാളുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ ഈ പ്രാർത്ഥനയൊന്ന് ഗ്രഹിച്ചാൽ മാത്രം മതി. 20ാമത്തെ വാക്യത്തിൽ എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പോൾ കർത്താവ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വ്യാപരിക്കുവാൻ നമ്മൾ വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ അത്രത്തോളം ആഴമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ചോദിച്ച് നമ്മൾ അന്നന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിലുപരിയായിട്ട് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി നമ്മൾ പോയെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മൾ കൂടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നിസ്സാരമായ ഈ ഭൗതിക ആവശ്യങ്ങളുടെ
പുറകിൽ കടന്ന് നമ്മുടെ ജീവിതം വേസ്റ്റ് ആകുന്നതിലുപരി കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കി കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്തു തീർക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡി ആവണമെന്നാണ് പൗലോസ് കൂടെ നമ്മളെ ധ്യാനിക്കുന്ന സങ്കീർത്തനക്കാരൻ അതുതന്നെയാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനത്തിൻ്റെ ആ അവസാന വാക്യങ്ങളെല്ലാം നമ്മൾ അതെല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഒന്നുകൂടെ ഞാൻ വായിക്കാം. നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു, അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു. അപ്പോൾ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ, കംപ്ലീറ്റ് ആയിട്ട് ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ കർത്താവ് ഇത് അറിഞ്ഞിട്ടും വിട്ടുപോകുന്നവരെയാണ്. ഈ ചട്ടങ്ങളെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും വിട്ടുപോകുന്നവരെ കർത്താവ് നിരസിക്കുകയാണ്. അവരുടെ വഞ്ചന, വഞ്ചിക്കുന്ന ആത്മാവുള്ളതാണ്, സാത്താന്റെ ആത്മാവുള്ളവരാണ് വിട്ടുപോകുന്നത്. ഈ വചനങ്ങളെല്ലാം അറിഞ്ഞ് കേട്ട് എല്ലാം അനുഭവിച്ചു, ഭൗതിക നന്മകളും കാര്യങ്ങളും എല്ലാം അനുഭവിച്ച് നമ്മളൊരു പരുവമായി കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വചനത്തോടുള്ള താല്പര്യം ഇല്ലാതാവുന്നു, വചനത്തോടുള്ള ആ ഒരു ആത്മാർത്ഥത, ആ ഒരു സിൻസിയറിറ്റി ഇല്ലാതെ പോകുന്നു. അവരെ വഞ്ചകന്മാരായിട്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ കാണിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ 119 വാക്യം, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു, അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. അപ്പോൾ ഈ ദുഷ്ടന്മാരെ നീക്കിക്കളയുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ കളകളെ വേർതിരിച്ച് വെക്കുന്ന ഒരു അവസ്ഥ വരും, കളയെയും പതിരിനെയും വേർതിരിക്കുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥ വരുന്നത് സങ്കീർത്തനക്കാരൻ നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ കീടത്തെ പോലെ, സകല ദുഷ്ടന്മാരെയും കീടത്തെ പോലെ. അന്ന് വരെ ഈ ന്യായവിധി നാൾ വരെയും ദുഷ്ടന്മാരെ ദൈവം നിർത്തിയിരിക്കും. പക്ഷെ അവരെ കണ്ട് നമ്മൾ ഭയപ്പെടുവാനല്ല, അവരെ ഫോളോ ചെയ്യുവാനല്ല, അവരെ കീടത്തെ പോലെ നീക്കിക്കളയാനായിട്ടാണ് നിർത്തിയിരിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിക്കുന്നത്. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാവുന്നു, കർത്താവിൻ്റെ വചനം എനിക്ക് പ്രിയമാവുന്ന എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ ഒരു തോന്നൽ വേണം. അതായത് ദുഷ്ടന്മാരെ നീക്കിക്കളയുന്ന ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവം, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യങ്ങൾ ഒരിക്കലും നമുക്ക് പ്രിയമല്ലാതാകരുത്. കുറച്ചാളിത് വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒരു മടുപ്പ് അനുഭവിക്കാൻ ഇടവരരുത്. ആ മടുപ്പില്ലാതെ എപ്പോഴും കർത്താവിൻ്റെ ചട്ടങ്ങളിൽ നമ്മൾ പ്രമോദിക്കുവാൻ നിരന്തരം, അതായത് 117 ഞാൻ രക്ഷപ്പെടേണ്ടതിനെ താങ്ങണമെന്ന് നിന്റെ ചട്ടങ്ങൾ ഞാൻ നിരന്തരം കണ്ടിന്യൂലി, ഒരിക്കലും നമുക്ക് പുറകോട്ട് വരാൻ ഇടവരുത്. പുറകോട്ട് വരുന്നത് എപ്പോഴാണ്? ഒരാഴ്ച സഭായോഗത്തിന് വരും, അടുത്ത ആഴ്ച ഒരു മടുപ്പ്, വീട്ടിലിരിക്കുക, ജോലി കഴിഞ്ഞു, ഉറക്കം, ക്ഷീണം, പ്രയാസം, ഒരാഴ്ച അങ്ങനെ പോയി. അപ്പോൾ കുറച്ചൊരു മടുപ്പ് വരും. അപ്പോൾ അടുത്ത ആഴ്ച പിന്നെ വേറെ എന്തെങ്കിലും കാര്യം വരും, ഒരു പനി, ഒരു അസ്വസ്ഥത, ഒരു ശരീരവേദന, ഭയങ്കര ചൂട്, വീണ്ടും ഒരു മടുപ്പ് വരും. അപ്പോൾ നിരന്തരമായി ഇതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ചട്ടങ്ങൾ രസിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നിരന്തരമായി കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നിരന്തരം, അതായത് നമ്മൾ ജോലിക്ക് പോകുന്നു, ഒരു ദിവസം ജോലിക്ക് പോയില്ല, ഓക്കെ അവർ ക്ഷമിച്ചു, രണ്ടാമത്തെ ദിവസം ക്ഷമിച്ചു, മൂന്നാമത്തെ ക്ഷമിച്ചു, കുറച്ച് ദിവസം ജോലിക്ക് എന്തിനെങ്കിൽ പോയി വീട്ടിൽ പോയിരിക്കാൻ പറയും എന്ന് പറയുന്നത് പോലെ അവർ നമ്മൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം തരുന്നതാണ് എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയുന്നത്, കർത്താവ് നമുക്ക് വേണ്ടി രക്ഷ ഫ്രീ ആയിട്ട് തന്നു, രക്ഷ ഫ്രീ ആയിട്ട് തന്നു. അതിനുശേഷം രക്ഷപ്പെടേണ്ടത് നമ്മളെ അപ്ഹോൾഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്, നമ്മളെ പില്ലർ പോലെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടും നമ്മുടെ കാര്യം കഴിയുമ്പോൾ ഇതിനെ അനുസരിക്കാതെ നമ്മൾ വിട്ടു കളയുന്നെങ്കിൽ പ്രിയമല്ല. ഈ വചനം വായിച്ച് നമ്മൾ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹം ഈ വചനത്തെക്കാൾ ഉപരിയാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുവാൻ, അത് ടേസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളും ജീവിത പ്രയാസങ്ങളും ഒക്കെ നമ്മളെ തളർത്തി കളയുന്നുവെങ്കിൽ there is no use in our Christian life. So നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന്റെ വചനം എപ്പോഴും therefore I love thy testimonies എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. നിന്റെ സാക്ഷ്യങ്ങൾ, ടെസ്റ്റിമോണീസ്, നമ്മുടെ ടെസ്റ്റിമോണി, നമ്മുടെ ദിനംപ്രതി നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ ആ സ്നേഹം. നമ്മൾ അതായത് ഒരു ശ്വാസത്തിന് മാത്രം വിലയുള്ളൊരു മനുഷ്യൻ, നമ്മൾ കിടന്നുറങ്ങി 8 മണിക്കൂർ കിടന്നുറങ്ങുന്നു, നമ്മൾ എന്തോ ചെയ്യുന്ന പോലും നേരത്തില്ല. അവിടെല്ലാം കർത്താവിൻ്റെ ദൂതന്മാർ നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരു മൂക്കിനകത്തൂടെ ഒരു ഈച്ച അകത്ത് കയറി പോയാൽ മതി നമ്മൾ ചത്തുപോകാനായിട്ട്, ഒരു ചെവിക്കകത്തൂടെ ഒരു ചെറിയൊരു പ്രാണി കയറി പോയാൽ മതി ചത്തുപോകാനായിട്ട്. നമ്മൾ 8 മണിക്കൂർ സുഖമായിട്ട് 7 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി, ഒന്നും നമ്മൾ ചിന്തിച്ചില്ല. ഒരു 8 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ഒന്നുകൂടൊന്ന് ആ ഉറങ്ങിയതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങി എണീച്ച് എങ്ങനെയെങ്കിലും ചാടിപ്പടച്ച്, ഇന്നിനി താമസിച്ചു പോയി, ഇന്നിനി ഞാൻ ചർച്ചയിൽ പോകുന്നില്ല, അത് ഭയങ്കര ചൂടും ജോലിയുടെ ക്ഷീണവും എല്ലാം ഉണ്ട്. അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഈ 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ
നമ്മള് യാനയാത്രയിലും പോക്കിലും വരവിലും ജോലിമേലും എന്തെല്ലാം ആപത്തങ്ങൾ സംഭവിക്കാൻ, എന്തെല്ലാം പ്രയാസകരമായ ജോലി ചെയ്യുന്നവരാണ്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ മതി, ആ പേഷ്യൻ്റെ അവസ്ഥ എന്തോ. ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്. ഓടുന്ന വഴിക്ക് ടയർ ഒന്ന് ഊരിപ്പോയാൽ മതി. നമ്മൾ ഹൈവേയിൽ കണ്ടിട്ടുണ്ട്, വലിയ ട്രക്കിൻ്റെ ടയർ ഊരിത്തെറിക്കുന്ന കണ്ടിട്ടുണ്ട്. ടയർ പഞ്ചറാവുന്നുണ്ട്, ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇങ്ങനെ നടക്കുവാണ്. ദൂതന്മാരുടെ കാവൽ കർത്താവ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വഞ്ചിക്കപ്പെടുവാൻ, കർത്താവ് ദുഷ്ടൻ നമ്മളെ വഞ്ചിക്കപ്പെടുവാൻ ഇടവരരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് ദൈവത്തിന്റെ സ്നേഹം. ഈ വചനം വായിച്ച് ബലപ്പെട്ട് ദിനംപ്രതി നമ്മൾ മുൻ വെച്ചിരിക്കുന്ന ആ പരമ വിളിയുടെ രാക്കിലേക്ക് ഓടുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം ശക്തിയുള്ള നമ്മുടെ സാക്ഷ്യങ്ങൾ, കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ ബലപ്പെടണം. ദിനംപ്രതി നമ്മൾ നടത്തുന്ന അവസ്ഥകൾ നമ്മൾ വിചാരിക്കും പ്രത്യക്ഷത്തിൽ നമുക്കൊരു ആപത്തും ഉണ്ടായില്ലല്ലോ, നമ്മൾ നടക്കുമ്പോൾ ഈ കാലൊന്ന് ഉടുക്കിയാൽ മതി, നമ്മൾ മൂക്കുടിച്ച് താഴെ വീഴും. അപ്പോൾ എന്തെല്ലാം ആപത്തങ്ങൾ നമ്മൾ സംഭവിക്കും. ഓരോ നിമിഷവും കർത്താവ് നമ്മളെ ഇന്നേ വരെ നടത്തിയ നന്മയെ ഓർത്ത് ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ പ്രകാശിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിന്റെ നല്ല സാക്ഷ്യം പകർന്ന് മറ്റുള്ളവരെ കൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം ഇരുമനസ്സുള്ളവരെ കൂടെ നമ്മൾ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി ആ ഇരുമനസ്സ് മാറുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ഇരുമനസ്സുള്ളവരെ നമുക്ക് മാറ്റുവാൻ തക്കവണ്ണം, അവരെ വെറുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കർത്താവ്. അവരെയും കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും പ്രത്യാശ നിർഭരമാക്കി തീർക്കുവാൻ വേണ്ടി സങ്കീർത്തനക്കാരൻ നമ്മളെ ഈ സങ്കീർത്തനങ്ങളോട് ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഒരു കാര്യം പറഞ്ഞത് ഏതാണ്? നമ്മൾ പറഞ്ഞത് പൗലോസിന്റെ ആ പ്രാർത്ഥന എല്ലാവരും വീട്ടിൽ നിന്ന് ധ്യാനിക്കണം. ഒരിക്കൽ കൂടെ ദി പ്രയർ ഓഫ് സെക്കൻഡ് പ്രയർ ഓഫ് പൗലോസ് ഇൻ എഫേഷ്യൻസ് 3:14 to 19. It's very important. അത് നമ്മൾ വീട്ടിൽ ചെന്ന് we have to learn, we have to read, we have to meditate the second prayer of Paulos in Ephesians 3:14 to 19. That is very important. എങ്കിൽ മാത്രമേ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. അപ്പോൾ ദൈവത്തിന് ഇതിലേറെ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പൗലോസ് ഇത്രയും പണക്കാരൻ, ഇത്രയും ധനാഢ്യനായ പൗലോസിനെയും കൊണ്ട് ഈ 14 ലേഖനങ്ങൾ എഴുതുവാൻ, ബൈബിളിലെ 13+1 ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസ് കഷ്ടപ്പെട്ട് ഇത് എഴുതിയ പൗലോസിന്റെ കഥ. പൗലോസ് ഒട്ടും ഹെൽത്തി അല്ലായിരുന്നു. He was a very small man. കാലുകൾ രണ്ടും റാ പോലെ ഉടഞ്ഞിരിക്കുവാണ്. കണ്ണിൽ നിന്ന് എപ്പോഴും പഴുപ്പ് വരുന്ന അസുഖം ഉണ്ടായിരുന്നു. കണ്ണ് ശരിക്കും കാണത്തില്ലായിരുന്നു. ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെട്ട പൗലോസിനെയും കൊണ്ട് 14 ലേഖനങ്ങൾ എഴുതാൻ. അതാണ് ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ നമുക്ക് വ്യാപരിക്കും. നമ്മുടെ ആ പൗലോസിനുള്ള ശക്തി കൊണ്ട് 14 ലേഖനങ്ങൾ എഴുതുവാൻ നമ്മുടെ പുതിയ നിയമസഭയ്ക്ക് കർത്താവിന്റെ പ്രമാണങ്ങൾ അത്ര ശക്തമായിട്ട് പറഞ്ഞു തരാൻ പൗലോസിനെ കൊണ്ട് സാധിച്ചെങ്കിൽ നമ്മളെ കൊണ്ടും അതിലും ശക്തമായിട്ട് സാധിക്കുവാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു, കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഇനി ഈ കർത്താവിന്റെ വചനങ്ങൾ പ്രമാണിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി